നമഃ ശിവായ. ശിവപുരാണം. ശനിപ്രദോഷ മാഹാത്മ്യം. സാരമാം കഥാമൃതമിനിയും ചൊല്ലിയിടുന്നേൻ, ഘോരമാമഘാമയം നീങ്ങുവാൻ മഹൗഷധം. ജീവനും ശരീരവും ചിത്തവും കരണവും ഭാവവും കർമ്മങ്ങളും ദുഃഖവും സുഖങ്ങളും, ധർമ്മവും അധർമ്മവും പുത്രമിത്രാദികളും ശർമ്മവും സമസ്തവും ശർവനെന്നറിഞ്ഞാലും, ഹോമതർപ്പണം ജപ ധ്യാനം എന്നിവയെല്ലാം വാമദേവനെക്കുറിച്ച് ആസ്തയാ ചെയ്യുന്നാകിൽ സീമയില്ലതിൻ ഫലം മാമുനി ശ്രേഷ്ഠന്മാരെ സോമശേഖരൻ കാമദായകൻ സദാ നൃണാം. ശൂദ്രനും ചണ്ടാലനും മൂകനും മുക്തന്മാർക്കും രുദ്രസേവയാഗതി സംഭവിച്ചിടും നൂനം. ഇന്ന ജാതി എന്നില്ല ശംഭുസേവനം ചെയ്യിൽ ഉന്നതി ലഭിച്ചുടൻ മോക്ഷവും പ്രാപിച്ചിടും. ചന്ദ്രസേനന് ചിന്താമണി ലഭിച്ചത്. എങ്കിലോ മഹാകാളക്ഷേത്രവാസിയാം മഹാശങ്കരൻ തൻ്റെ ഭക്തൻ ചന്ദ്രസേനനാം നൃപൻ ഉജ്ജയിന്യാഖ്യേ പുരേ വാണിതു യഥാസുഖം. ദിഗ്ജയം ചെയ്തു, മഹായാഗങ്ങൾ പല ചെയ്തു, അർത്ഥികൾക്കസംഖ്യമാമർത്ഥദാനവും ചെയ്തു. പാർത്ഥിവൻ കൃതാർത്ഥനായി മേവുന്ന കാലത്തിങ്കൽ മാണിഭദ്രനെന്നുള്ള ദേവപാർഷദ ശ്രേഷ്ഠൻ ക്ഷോണീപനൊരു ചിന്താമണിയും ദാനം ചെയ്തു. ദിവ്യമാൻ ചിന്താമണി മേടിച്ചു നരേന്ദ്രനും. ദ്രവ്യസമ്പന്നൻ മഹാഭാഗ്യവാൻ വിളങ്ങിനാൻ. അച്ഛിന്ന പ്രകാശം കൊണ്ടർക്കതുല്യമാം മണി ഇച്ഛിച്ച വസ്തുക്കളെ തൽക്ഷണം ദാനം ചെയ്യും. ദൃഷ്ടമെങ്കിലും ശ്രുതമെങ്കിലും ധ്യാനിക്കലും ഇഷ്ടമൊക്കെയും നൽകും ദിവ്യമാം ചിന്താരത്നം. ഉല്ലസൻ മണിയുടെ തേജസ് തട്ടുന്നേരം കല്ലുകൾ സുവർണമാം കാടുകൾ കൽപ്പദ്രുമം. മന്നിടം തന്നിൽ സാര ദിവ്യമാം ചിന്താരത്നം തന്നുടെ കളം തന്നിൽ അണിഞ്ഞു ചന്ദ്രസേനൻ. ചന്ദ്രനെ ധരിക്കുന്ന മന്ദരാചലം പോലെ ചന്ദ്രസേനനാ നൃപനേറ്റവും പ്രകാശിച്ചു. 8 ദിക്കിലുമുള്ള ഭൂമി ബാലന്മാരെല്ലാം കേട്ടിതു ചിന്താമണി പ്രഭാവം മഹാത്ഭുതം. ഒട്ടുമേ സഹിച്ചില മന്നവർക്കസൂയ കിട്ടുമെന്നോർത്തു ചിലർ വന്നു യാചനം ചെയ്താർ. കൊള്ളുവാൻ ചിലർ വന്നു ചോദിച്ചു തുടങ്ങിനാർ. കള്ളന്മാർ ചിലർ വന്ന് മോഷ്ടിപ്പാൻ ഒരുമ്പെട്ടാർ. 2 മാസത്തിനുള്ളിൽ കൊണ്ടെന്ന് ബോധിപ്പിക്കാം, 2 വാക്കെനിക്കില്ല തന്നാലുമെന്നു ചിലർ. ലോഭമോഹിതന്മാരാം ഭൂപതിമാർക്ക് നൃപൻ ശോഭന ചിന്താരത്നമാർക്കുമേ കൊടുത്തീല. ലജ്ജയും ലഘുത്വവും ക്രോധവും കലർന്നുടൻ ദുർജനങ്ങളാ നൃപന്മാരുടെ സമൂഹങ്ങൾ ഒക്കവേ പരിഭവിച്ചങ്ങവർ പുറപ്പെട്ടു ദിക്കുകൾ മുഴങ്ങുന്ന വാദ്യഘോഷങ്ങളോടും. ആനകൾ, കുതിരകൾ, തേരുകൾ, കാലാളുകൾ, സൈനികം ചതുർവിധം സംഭൃതമാക്കിയിടനാർ. ഉജ്ജയിനധീശന്റെ രാജ്യത്തെ തകർത്തുകൊണ്ടിജ്ജനം ജയിച്ചുടൻ രത്നവും പറിക്കണം. പോരിനു നടക്കടോ പാരിലെ പ്രജകളെ സാരമാൻ ചിന്താരത്നം കൈക്കലാക്കണം ജവാൽ. ഇങ്ങനെ പറഞ്ഞു വെച്ച ആയുധങ്ങളും എടുത്തങ്ങ് ചെന്നുജ്ജയിനി മന്ദിരം വിരോധിച്ചാർ. രാജാവിൻ്റെ ശിവപൂജ. രാജസംഘങ്ങൾ വന്നു പോരിനു തുനിഞ്ഞുടൻ രാജധാനിയെ ചുഴന്നൊക്കവേ പരന്നപ്പോൾ രാജപുങ്കവൻ ചന്ദ്രസേനനും പുറപ്പെട്ടു. രാജശേഖരൻ മഹാകാളനെ സേവ ചെയ്തു. സ്നാനശുദ്ധനായി നൃപൻ ഭക്തമാനനാതുരൻ മാനസം മഹേശ്വരൻ തന്നിലങ്ങുറപ്പിച്ചു. ധൂപദീപങ്ങൾ കൊണ്ട് പൂജയും നിവേദ്യവും ലോപമന്യേ ജപധ്യാനവും ഹോമങ്ങളും മാലകൾ, വിളക്കുകൾ, ശ്രീബലി പ്രദക്ഷിണം നീലലോഹിത പ്രസാദമാർത്ഥമായി തുടങ്ങിനാൻ. അപ്പോഴൊരു ഗോപി ദേവനെ കാൺമതിനായി തൽപദം പ്രവേശിച്ചു വണങ്ങി നിന്നിടിനാൾ. 5 വത്സരം വയസ്സുള്ള ഒരു കുമാരനെ ചഞ്ചലാക്ഷിയാം അവൾ തട്ടിക്കൊണ്ടൊക്കത്തങ്ങ് ദേവന്റെ തിരുമുമ്പിൽ ചെന്നുടൻ വന്ദിപ്പിച്ചു. സാവധാനയായി നിന്നു ദേവന്റെ പൂജ കണ്ടാൾ. പിന്നെയും തൊഴുതവൾ തീർത്ഥവും വാങ്ങിക്കൊണ്ട് തന്നെ വീട്ടിൽ ചെന്നു ഗോക്കളെ കറന്നുടൻ ക്ഷീരവും മോരും കൊണ്ടു നടന്നു വിറ്റുവന്നു. പാരാതെ നെല്ലും കുത്തി കഞ്ഞിയും വെച്ചിടിനാൾ. പുത്രൻ അന്നേരം കളിത്തൊട്ടിൽ നിന്നുടൻ തത്ര നല്ലൊരു കല്ലും കൊണ്ടെന്ന് പ്രതിഷ്ഠിച്ചു. പത്രങ്ങൾ കൊണ്ടു കളിപൂജകൾ തുടങ്ങിനാൻ. എത്രയും ഭക്തിയാ പൂഴിച്ചോർ കൊണ്ടു നിവേദ്യവും ഉജ്ജയിന്യാധീശന്റെ പൂജനപ്രകാരവും
തൽജപ ധ്യാനങ്ങളും കണ്ടവൻ ഗ്രഹിക്കയാൽ വാരികൊണ്ടഭിഷേകം ലേപനം ഭസ്മം കൊണ്ടും ദാരുപത്രങ്ങൾ കൊണ്ടങ്ങർച്ചനം ക്രീഡാവശാൽ വന്ദനം പ്രദക്ഷിണം പൂജനം നമസ്കാരം ചന്ദ്രശേഖര പ്രീതി പ്രാർത്ഥന സ്തോത്രങ്ങളും നീലകണ്ഠനെ സേവിച്ചിങ്ങനെ സുഖിക്കുന്ന ബാലനെ വിളിച്ചങ്ങ് മാതാവ് മുര ചെയ്താൽ ഭക്ഷണത്തിന് വരികെന്നുടെ കുമാരക. തൽക്ഷണം ചോറുണ്ടാക്കി പാർക്കുന്നു നിനക്കു ഞാൻ, ക്രീഡ കൊണ്ടെന്നുണ്ണിക്ക് നീ വിശപ്പോ മറന്നിതോ. പീഡയുണ്ടെനിക്ക് നീ ഭോജനം ചെയ്യായികയാൽ മാതൃഭാഷിതം കേട്ടിട്ട് ഇതുമേ ഇളകിയില്ല. ചേതസാ ശിവധ്യാന വ്യഗ്രനാം ഗോപീസുതൻ പിന്നെയും വിളിച്ചിതോ ബാലനെ ഗോപാലിക. ധന്യനാം പുത്രനെ ഇതും കേട്ടില്ല സമാധിയാൽ ഗോപിക അത് നേരം ചെന്നിതോ തദന്തികെ. കോപിച്ചു കുമാരനെ താടനം ചെയ്തിടിനാൾ, താടനം കൊണ്ടും ഒരു ചഞ്ചലമില്ലായകയാൽ ക്രീഡനം നശിപ്പിച്ചു തുടങ്ങി ജനനിയും. അർച്ചന ബിംബം തച്ചു മറിച്ചങ്ങ് എറിഞ്ഞുടൻ മെച്ചമേറിന പുഷ്പമൊക്കവേ നശിപ്പിച്ചു. ഇങ്ങനെ നശിപ്പിച്ചു തന്നെ ഗേഹം ബുക്ക് തിങ്ങിന കോപത്തോടെ വാണിതു ജനനിയും. ശങ്കര ശിവ ശിവ ചന്ദ്രശേഖര പോറ്റി സങ്കടം കളകന്നു കരഞ്ഞു കുമാരനും. ഭൂതലെ വീണു ബോധം കെട്ടുടൻ അരക്ഷണം ജാതബോധനായുടൻ നേത്രങ്ങൾ മിഴിച്ചപ്പോൾ മുന്നിലമ്മാറു കണ്ടാൻ എത്രയും മനോഹരം തന്നെ നികേതനം പൊന്മയം മണിമയം. പൊന്മണിസ്തംഭങ്ങളും മാളികകളും കണ്ടാൻ അഗ്രതോരണിസ്ഥലേ പാർവതീപതിയുടെ വിഗ്രഹം വർണ്ണരത്നോജ്വലമായി കാണായി വന്നിത്. ഒക്കെയും കണ്ടു ബാലൻ വിസ്മയം പൂണ്ടു മുത ദീർഘമായി നമസ്കരിച്ച ആനന്ദമോട് ചൊന്നാൻ, ത്രംബക പുരാന്തക പാഹിമാം ജഗത്പദേ. അമ്മതാൻ അപരാധം ചെയ്തതു ക്ഷമിക്കണം, ചിന്മയാകൃതേ ഭവാൻ കാരുണ്യം പൂണ്ടമായി ത്വൽപ്രഭാവത്തെ ഗ്രഹിക്കായികയാൽ വിമൂഢയാം മൽപ്രസോ മഹാപാപം ചെയ്തിതു മഹേശ്വര. അല്പമെങ്കിലും മമ ത്വച്ചരിതത്തെ കൊണ്ട് തൽപാപം നശിപ്പിച്ചിടേണമേ പോറ്റിയിപ്പോൾ. ശങ്കര നമോസ്തുതേ, ശാശ്വത നമോസ്തുതേ, തിങ്കൾ ശേഖര ഹര ദുർജടേ നമോസ്തുതേ. ഇങ്ങനെ നമസ്കാരം ചെയ്തെഴുന്നേറ്റു ബാലൻ മംഗലം ശിവാർച്ചനം പിന്നെയും അനുഷ്ഠിച്ചാൻ. വാസരാവസാനമേ വേഗമേ കുമാരകൻ വാസമന്ദിരം വെക്കോ മാതൃസന്നിധൗ ചെന്നാൻ. സ്വർണപര്യങ്കം തന്മേൽ സ്വൈര്യമായി വസിക്കുന്ന തന്നുടെ ജനനിയെ കണ്ടുടൻ വണങ്ങിനാൻ. ഭദ്രഭൂഷണങ്ങളാൽ ഭൂഷിതാംഗിയാം അവൾ നിദ്രയാ നിമീലനം ചെയ്തുടൻ ശയിക്കുന്ന ദേവനാരിയേക്കാളും ഉജ്ജ്വലിച്ചിടുന്നൊരു ലാവണ്യസ്വരൂപിണിയാകിയ മാതാവിനെ സാദരം വിളിച്ചുണർത്തിയിടിനാൻ പതുക്കവേ. ഉണർന്നിരുന്നിടിനാൾ ജനനിയും. എത്രയും മഹാത്ഭുതം മന്ദിര വിഭൂതിയും പുത്രവൈഭവങ്ങളും ഈശ്വരപ്രസാദവും ഒക്കവേ ധരിച്ചുടൻ പൂർണ്ണ സന്തോഷത്തോടെ തൽക്കരം പിടിച്ചുടൻ ആശീർവാദവും ചെയ്തു. ഇക്കഥാവിശേഷങ്ങൾ ഗ്രഹിച്ചു മഹീപതി സൽക്കരിച്ചവരുടെ മന്ദിരം പ്രവേശിച്ചു. മന്ത്രികൾ പൗരന്മാരും മറ്റുള്ള ജനങ്ങളും അന്തണന്മാരും വന്നു നിറഞ്ഞു ഗോപാലേ. ഈശ്വരാർച്ചന പ്രഭാവോദയം കേട്ടു മുതാ വിശ്വവാസികളെല്ലാം വിസ്മയം പൂണ്ടു നിന്നാർ. പോരിനായി വന്നു പുരം വളഞ്ഞു നിന്നിടുന്ന പാരിടപ്രധാനികൾ കേട്ടിതു വിശേഷങ്ങൾ. വൈരവും വെടിഞ്ഞുടൻ വിസ്മയപ്പെട്ടു ചെന്നു. വീരനാം ചന്ദ്രസേന ക്ഷമാപനെ പ്രശംസിച്ചാർ. ഉത്തമ മഹാകാളക്ഷേത്രവും പ്രവേശിച്ച് സത്വരം പശുവന്റെ പത്തനത്തിലും ചെന്ന് ശങ്കരപ്രസാദത്താൽ തൽക്ഷണം ജനിച്ചൊരു ശങ്കരക്ഷേത്രം കണ്ടു വന്ദിച്ചു നിന്നാരവർ. ഗോപികാതനൂജനരത്നവും രാജ്യങ്ങളും ആനതേർ കുതിരകൾ എന്നിവ ബഹുവിധം ദാനവും ചെയ്തു മുതാ മാനവേന്ദ്രന്മാരെല്ലാം ആനന്ദാബുദ്ധി തന്നിൽ മുങ്ങി നിന്നരുൾ ചെയ്താർ. സർവദേശങ്ങൾ തോറും വസിക്കും ഗോപന്മാർക്ക് സാർവഭൗമനാം ഭൂപൻ നീ എന്ന് മുര ചെയ്താർ. ഹനുമത് ദർശനം. ഇത്തരം മഹാജനം പറഞ്ഞു നിൽക്കുന്ന നേരം സത്വരം ഹനുമാനെ പ്രത്യക്ഷം കാണായി വന്നു. അഞ്ജനാസുതൻ രഘുനായക പ്രിയങ്കരൻ രഞ്ജിതാഖില ത്രിലോകീജന സ്വാന്തൻ കാന്തൻ ജാനകീ മനപ്രസാദൈക ഭാജനം ഘനം വാനരേശ്വരൻ വിളങ്ങിയിടിനാൻ സഭാന്തരെ. സർവഭൂപതികളും സാദരം വണങ്ങിനാർ. സർവവന്ദ്യനാം ഹനുമാനുമൊന്നരുൾ ചെയ്തു. ഒട്ടൊഴിയാതെയുള്ള മന്നവന്മാരെല്ലാരും
കേട്ടുകൊൾകൻ്റെ വാക്യം കേസരീതനൂജൻ ഞാൻ രാമൻ്റെ ദാനടോ രാജപുങ്കവന്മാരെ. വാമദേവന്റെ ഭക്തൻ വാനരൻ പരപ്രദൻ ശൈവപൂജ എന്നിയെ മറ്റൊരു ഗതിയില്ല. കൈവല്യം സാധിപ്പതിനെന്നതോ ധരിക്കണം ഗോപിക തനൂജനാം ഇവന്റെ മഹാവ്രതം. ഭൂപതിമാരെ നിങ്ങൾ കേട്ട് ബോധിച്ചിടണം. മന്ദവാരവും പുനഃ ശ്രീ മഹാപ്രദോഷവും ഒന്നിച്ച് വന്ന ദിനം ഈശനെ സേവിക്കയാൽ വന്നിതു വിഭൂതിയും വിദ്യയും പ്രഭുത്വവും. വന്ദനീയനാം പശു ബാലക ബാലനിപ്പോൾ കൃഷ്ണപക്ഷത്തിൽ ശനിവാരവും പ്രദോഷവും ഒന്നിച്ച് വന്ന ദിനം ഈശനെ സേവിക്കയാൽ കൃഷ്ണമാനസന്മാർക്ക് ലഭിപ്പാനെളുതല്ല. എത്രയും മനഃശുദ്ധിയുള്ളവൻ പ്രാപിച്ചിടും. ശത്രുസംഹാരം യശോവർദ്ധനം മഹാവ്രതം ഉത്തമം മഹാപ്രദോഷമാം ഉപവാസമാമൃതം. സത്യം മൽഗുരുനാഥൻ ശങ്കരൻ അരുൾ ചെയ്തു. കഷ്ടമി പ്രദോഷം നോറ്റിയിടുവാൻ മടിക്കുന്ന ദുഷ്ടന്മാരുടെ ജന്മം വ്യർത്ഥമെന്നറിഞ്ഞാലും ഒട്ടുമേ ബോധിക്കാതെ നോൽക്ക കാരണാൽ പോലും പുഷ്ടസമ്പത്ത് വന്നു ബാലനെന്നറിഞ്ഞാലും ശാന്തനാം ഇവൻ തൻ്റെ വംശത്തിൽ 8ാം പുരുഷാന്തരെ നന്ദഗോപനെന്നൊരുവൻ താനുണ്ടാം. തൽസുതനായി ജനിച്ചിടും അക്കാലം നാഥൻ ചിൽസ്വരൂപനാൻ ജഗന്നായകൻ നാരായണൻ. കംസനെ കൊല ചെയ്യും കൗരവ വംശത്തിൻ്റെ ധ്വംസവും വരുത്തിയിടും നന്ദഗോപന്റെ സുതൻ. ഈ ശിശുവിൻ്റെ വംശം വർദ്ധിപ്പാൻ വഴിപോലെ വിശ്വനായകൻ ഗൗരി വല്ലഭൻ പ്രസാദിച്ചു. ഇക്കുമാരന് നാമം ശ്രീകരനെന്നാകുന്നു. ദിക്കുകൾ പുകഴ്ന്നൊരു ഗോപികാപുത്രനിവൻ ഇത്തരമുര ചെയ്തു മാരുതാത്മജന്മുത. സത്വരം മറഞ്ഞിതു മന്നവന്മാരും പോയാർ. ശ്രീകരൻ മഹാകാളക്ഷേത്രനാഥനെ സേവിച്ചേകമാനസനായി വസിച്ചു യഥാസുഖം. ചന്ദ്രസേനനും പിന്നെ ശ്രീകരഗോപൻ താനും സാന്ദ്രമാം ചിദാനന്ദം പ്രാപിച്ചു മുക്തരായി. ചന്ദ്രശേഖര പ്രീതി കാരണാൽ ജനങ്ങൾക്ക് ധന്യമാം മോക്ഷം ലഭിച്ചിടുമെന്നറിഞ്ഞാലും. ശനിപ്രദോഷ മാഹാത്മ്യം സമാപ്തം. ഓം നമഃ ശിവായ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.